നമസ്കാരം, ഗാലറി ഓഫ് നാച്ചുറലിലേക്ക് സ്വാഗതം. ഞാൻ സുമേഷ് കോട്ടൂർ. ഇന്ന് ലോക ഗജദിനമാണ്. കഴിഞ്ഞ ഗജദിനത്തിൽ കോട്ടൂർ ആന പാർക്കിലെ കാഴ്ചകൾ വളരെ വിശദമായി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്രാവശ്യം ഭയങ്കര ആഡംബരമൊന്നുമില്ല. കാരണം ഇവിടുത്തെ ഒരു അംഗം കുറച്ച് നാളുകൾക്ക് മുമ്പ് മരണപ്പെട്ടിരുന്നു. അതുകൊണ്ട് വലിയ ആഘോഷങ്ങളില്ലാതെ ചെറിയ ആഘോഷമായിട്ട് ഗജദിനം നടത്തുകയാണ്. അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് നേരെ പോകാം. ഇദ്ദേഹം സൂരജ് ഭാസ്കർ, പുതുതായി ABP റേഞ്ചിൽ വന്ന ഡെപ്യൂട്ടി വാർഡനാണ്. തേക്കടിയിൽ നിന്നാണ് വന്നത്. അദ്ദേഹം വന്നിട്ട് ആദ്യത്തെ ഗജദിനമാണെന്ന്. ബാക്കി വിശേഷങ്ങൾ അദ്ദേഹത്തിന് തന്നെ ചോദിക്കാം. സാറേ, ഇവിടെ ഞാൻ ജസ്റ്റ് ഇപ്പോൾ വന്നതേ ഉള്ളൂ. 23-നായിരുന്നു ചാർജ് എടുത്ത്. തേക്കടിയിൽ നിന്നാണ് വരുന്നത്. തിരുവനന്തപുരം തന്നെയാണ് എൻ്റെ സ്വദേശം. അപ്പോൾ വന്നതിന് ശേഷം ആദ്യത്തെ ഒരു മേജർ പ്രോഗ്രാമാണ് നമ്മൾ എല്ലാ വർഷവും ആചരിക്കുന്ന പോലെ ഓഗസ്റ്റ് 12-ന് ഗജദിനം ഇപ്രാവശ്യം നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വിഭിന്നമായി വലിയൊരു വിപുലമായ ഒരു പ്രോഗ്രാം അല്ല ഇപ്രാവശ്യം നടന്ന നമ്മുടെ ഒരു അംഗം, ഒരു സ്റ്റാഫ് ഏതാനും ദിവസം മുമ്പ് മരണപ്പെട്ടതിനെ തുടർന്ന് വലിയൊരു രീതിയിലുള്ള ഒരു പ്രോഗ്രാം ഇത്തവണ അറേഞ്ച് ചെയ്തില്ല. എന്നാലും പ്രൗഢി കുറയ്ക്കാതെ ഒരു പ്രോഗ്രാം എല്ലാ വർഷത്തെയും പോലെ ഇപ്രാവശ്യവും ആചരിച്ചു വരിക. കഴിഞ്ഞ വർഷം ഇവിടെ ഓണാഘോഷം ഭയങ്കരമായിട്ടും ആഘോഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് ഈ ഒരു സ്റ്റാഫ് മരണപ്പെട്ടു. അതുപോലെ തന്നെ ഏറ്റവും കണ്ണിലുണ്ണിയായ ഒരു ആന മരണപ്പെട്ടു. അപ്പോൾ രണ്ടുപേരും രണ്ട് കുടുംബാംഗങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ ഓണാഘോഷ ഇതേമാതിരി തന്നെ ചുരുക്കിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. തീർച്ചയായും അത് സ്റ്റാഫിന്റെ എല്ലാം പൊതുവായുള്ള ഒരു അഭിപ്രായം അങ്ങനെയാണ്. നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ മരണപ്പെട്ടു എന്നുള്ള രീതിയിൽ നമ്മൾ വലിയൊരു ആഘോഷ പരിപാടികളിൽ ഇപ്രാവശ്യം കിടക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന തന്നെ ഒരു ആനയും ചരിഞ്ഞതിനെ തുടർന്ന് രണ്ട് പ്രശ്നങ്ങൾ ഉള്ളതിനെ തുടർന്ന് നമ്മൾ വലിയ വിപുലമായ രീതിയിലുള്ള പ്രോഗ്രാം ഇപ്രാവശ്യം ഓണത്തിന് അറേഞ്ച് ചെയ്യുന്നില്ല. എന്നാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു ഓണാഘോഷ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. അതെ. അപ്പോൾ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇതിനുള്ളിൽ ഓണാഘോഷവും ഗജദിനവും വളരെ ആഡംബരമായി ആഘോഷിക്കില്ല എന്നേ ഉള്ളൂ. ഓണത്തിന് ഇവിടെ ആൾക്കാർ വരുന്നതിനൊന്നും ഒരു തടസ്സവും ഇല്ല. ഇവിടെ കുട്ടവഞ്ചിയുണ്ട്, പെഡൽ ബോട്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. അല്ല, ആ പരിപാടിയൊക്കെ ഒന്നും തടസ്സമില്ല. ആഘോഷങ്ങളിൽ ഒരു ലിമിറ്റേഷൻ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓണാഘോഷിക്കപ്പോൾ എല്ലാവരും ഇങ്ങോട്ടങ്ങ് എത്തുക അല്ലേ? അതെ. രണ്ട് കൗമാരക്കാരായിട്ടുള്ള കുട്ടിക്കൊമ്പന്മാരാണ് ഈ നിൽക്കുന്നത്. അത് രാജ, ഞങ്ങളുടെ സ്വന്തം കോട്ടൂരുകാരനാണ്. ഈ വനത്തിനുള്ളിൽ നിന്ന് കിട്ടിയതാണ്. ഇത് റാണ, കാസർഗോഡ് നിന്ന് കിട്ടിയതാണ്. രണ്ടും കുറുമ്പന്മാരാണ്. അത് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം. നമസ്കാരം, ഡോക്ടർ അരുൺകുമാർ, ട്രിവാൻഡ്രം ജില്ലയുടെ ഫോറസ്റ്റ് വെറ്ററിനറി ഓഫീസറാണ്. ഇന്ന് ലോക ഗജദിനം. ഓഗസ്റ്റ് 12 നമ്മൾ ലോക ഗജദിനമായിട്ട് ആഘോഷിക്കുന്നു പറഞ്ഞാൽ ആനകളുടെ പ്രാധാന്യം ലോകത്ത് മൊത്തം അറിയിക്കുക എന്നുള്ളതാണ് ഏറ്റവും അതിൽ നിന്നുള്ള പ്രധാനമായിട്ടുള്ള കാര്യം. നമ്മളതിൽ ആനയുടെ പ്രാധാന്യം ഓരോ കാടുകളിലും എന്താണെന്നുള്ളത് നമ്മുടെ കാടുകളെ പരുവപ്പെടുത്തുന്ന തന്നെ ഓരോ ആനകളാണ്. ഇപ്പൊ പറയുകയാണെങ്കിൽ ഏഷ്യൻ ആനകള്, എലിഫാസ് മാക്സിമസ് എന്ന് പറഞ്ഞിട്ടുള്ള ഏഷ്യൻ ആനകള് ലോകത്ത് എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആണ്. അതായത് 40,000 എണ്ണത്തിൽ താഴെ മാത്രമുള്ള ആനകളാണ് ലോകത്ത് നിന്ന് ഏഷ്യൻ ആനകൾ ഉള്ളത്. അതിലെ 60% ഏഷ്യൻ ആനകളും ഉള്ളത് ഇന്ത്യയിലാണ്. ആ ഒരു പ്രാധാന്യം ഇന്ത്യയിൽ നമ്മൾ ആനകൾക്ക് ഏറ്റവും പ്രാധാന്യത്തോടെ തന്നെ നമ്മൾ കൊടുക്കേണ്ടി വരും. കാരണം ആനകള് നമ്മൾ മറ്റേ സിനിമയിലൊക്കെ, നമ്മളെ തുടക്കം സിനിമയിലൊക്കെ പറയുന്നത് പോലെ ആനകൾ നടക്കുമ്പോൾ കാടും കൂടെ നടക്കുന്നു എന്നുള്ള രീതിയിലുള്ള, അതായത് ആനകളാണ് ഒരു കാടിനെ പരുവപ്പെടുത്തുന്നത്. എക്കോസിസ്റ്റം എഞ്ചിനീയേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ആനകൾ ഒരു കാടിനെ മൊത്തം ഡിസൈൻ ചെയ്ത് നല്ല രീതിയിൽ ഒരു കാടിൽ മറ്റുള്ള മൃഗങ്ങൾക്ക് നടക്കാൻ വേണ്ടിയിട്ടുള്ള പാകമായ രീതിയിൽ കാടിനെ വെക്കുക എന്നുള്ളതും
പിന്നെ കാട്ടിലുള്ള വിത്തുകളെ മറ്റുള്ള സ്ഥലത്ത് എത്തിച്ച് അതിനെ ജെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുക എന്നുള്ള രീതിയിലും ആനകളുടെ എക്കോസിസ്റ്റം സർവീസസ് കൊടുക്കുന്നതാണ് ആനകളുടെ പ്രത്യേകത. ഈ ലോക ഗജദിനത്തിൽ നമ്മളിവിടെ ആഘോഷിക്കുന്ന സമയത്ത് നമുക്ക് പ്രധാനമായി 2 കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. ഒന്ന്, ഞങ്ങളുടെ ഒരു ആനപ്പാപ്പാൻ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ വിട്ടു പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഒരു ആനയും ഒരു 10 വയസ്സുള്ള പൂർണ്ണ എന്ന് പറഞ്ഞ ആനയും നമുക്ക് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഈ 2 കാര്യങ്ങൾ കൂടെ ഉള്ളത് കൊണ്ട് കഴിഞ്ഞ വർഷങ്ങളെ പോലെ അത്ര വിപുലമായ അല്ലെങ്കിലും നമ്മൾ ഈ വർഷം ഗജദിനത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് അത് എല്ലാവരും അറിയിക്കുന്ന രീതിയിൽ അതിന്റെ പൂർണ്ണമായ അന്തസത്ത ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ആഘോഷങ്ങൾ നമ്മളിവിടെ ഇന്ന് നടത്തുകയുണ്ടായി. എൻ്റെ പേര് ഷിജു. ഞാൻ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറായി ഈ റേഞ്ചിൽ ജോലി നോക്കി വരുന്നു. ഇത് വൈൽഡ് ലൈഫ് ഡിവിഷൻ്റെ കീഴിൽ ABP റേഞ്ചിലാണ് നമ്മുടെ ഈ ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് ലോക ഗജദിനമാണ്. ആനകളുടെ സംരക്ഷിക്കേണ്ട നമ്മുടെ ബാധ്യതയെക്കുറിച്ച് വിളിച്ചുകൊള്ളുന്ന സന്ദേശം നൽകുക എന്നുള്ളതാണ് ഈ ദിനത്തിൻ്റെ പ്രത്യേകത. എല്ലാ വർഷവും ഓഗസ്റ്റ് 12-നാണ് ഈ ഗജദിനം കൊണ്ടാടുന്നത്. അതോടൊപ്പം നമ്മുടെ ഈ ക്യാമ്പിലും വളരെ വിപുലമായി ഈ ഗജദിനം ആചരിക്കുകയുണ്ടായി. ഇന്നത്തെ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ഈ ഗജദിനത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ആൾക്കാരിൽ അവബോധം ഉണ്ടാക്കുക, അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഇതിൻ്റെ സന്ദേശം നൽകുക, അതോടൊപ്പം സ്പെഷ്യൽ ഫീഡിങ്, അതായത് പ്രത്യേകതരം ഫ്രൂട്ട്സ് ഉപയോഗിച്ച് ആനയൂട്ട്, അതാണ് ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് ലോക ഗജദിനമാണ്. എല്ലാ വർഷവും ഓഗസ്റ്റ് 12 ലോക ഗജദിനമായി നമ്മൾ ആചരിക്കുന്നു. ഇത് 2012-ലാണ് ലോക ഗജദിനം ആഘോഷം ആരംഭിച്ചു തുടങ്ങിയത്. നമ്മുടെ ഭൂമിയിലെ പ്രധാനപ്പെട്ട ജീവിയായ ആനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവ സംരക്ഷിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും എല്ലാവരിലും എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ദിനം ആരംഭിച്ചത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭൂമുഖത്ത് ആനകളെ സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മനുഷ്യന്റെയും പ്രകൃതിയുടെയും നിലനിൽപ്പിന് വളരെ അത്യാവശ്യമാണ്. ഈ ക്യാമ്പ് എന്ന് പറയുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആന ക്യാമ്പ് അല്ലെങ്കിൽ ആന പുനരധിവാസ ക്യാമ്പായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പാണ്. അപ്പം അതിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഈ പരിപാടി ഗംഭീരമായി ഇവിടെ ആചരിക്കുന്നുണ്ട്. അപ്പൊ ഈ ചടങ്ങിന് ഇവിടെ എത്തിച്ചേർന്ന വിശിഷ്ട അതിഥികൾക്ക് എല്ലാവർക്കും ഞാൻ ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ABP ഡെപ്യൂട്ടി വാർഡൻ അവരുകളെ സംസാരിക്കുന്നതിനായി ശ്രമിക്കുന്നു. ഓൾറെഡി നമ്മുടെ ഡെപ്യൂട്ടി അതിനെക്കുറിച്ച് വിശദീകരിച്ചു. ഞാനിനി കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല, പ്രത്യേകിച്ച് മഴ വരുന്നതുകൊണ്ട്. നമുക്ക് എല്ലാവർക്കും അവരുടേതായ ഓരോ ദിനങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ആനകളുടെയും ഒരു ദിനമായി ആചരിക്കുകയാണ്. ഇവിടെ എല്ലാ വർഷവും ഇത് വളരെ വിപുലമായ രീതിയിലാണ് ആഘോഷിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ ഒരു പാപ്പാൻ മരിക്കുകയും അതുപോലെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ആന ചരിയുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ വളരെ കുറച്ച്, അതായത് വിപുലമായ രീതിയിൽ നടത്തിക്കൊണ്ടിരുന്ന ഈ ഒരു ഗജദിനം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്കിവിടെ കൂടാൻ സാധിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഈ യോഗത്തിൽ ഈ ഗജദിനവുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയ എല്ലാവർക്കും എൻ്റെ ഈ വാർഡ് മെമ്പറെന്നുള്ള നിലയും എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ ഈ ഇപ്പോൾ എല്ലാവരും കുട്ടികളും മറ്റുള്ളവരും ഒക്കെ ഇവിടെ ഉണ്ട്. മഴ എപ്പോൾ വേണേലും പെയ്യാവുന്ന സാഹചര്യത്തിലുമാണ്. അപ്പം അതുകൊണ്ട് ഈ ഗജദിനം ഉദ്ഘാടനം ചെയ്താൽ അറിയിച്ചുകൊണ്ട് നൽകുന്നു.
ഗജദിനം പ്രമാണിച്ച് ഏകദേശം 30ഓളം പേരടങ്ങുന്ന ഒരു ഡോക്ടേഴ്സ് സംഘം, വെറ്റിനറി ഡോക്ടർമാരാണ് അവരിന്ന് ഇവിടെ ആനയൂട്ടിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരാളായി ഇദ്ദേഹത്തോട് നമുക്ക് ഇതിന്റെ അഭിപ്രായം ചോദിക്കാം. എൻ്റെ പേര് ഡോക്ടർ കിരൺ. ഞാൻ ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിലെ വെറ്റിനറി സർജനായിട്ട് ജോലി ചെയ്യുന്നു. വർക്ക് ചെയ്യുന്ന ഡോക്ടർ അരുണിൻ്റെ സ്വീകരണ ക്ഷണപ്രകാരം ഇവിടെ വരികയും കുടുംബമായിട്ടാണ് വന്നത്. വന്ന് ഇവിടെ ആനയൂട്ടിൽ പങ്കെടുക്കാൻ സാധിച്ചു. വളരെ നല്ല രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ്സ് ഇവിടെ ഉണ്ടായിരുന്നു. അല്ലാതെ തന്നെ ഇവിടുത്തെ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള ബോട്ടിങ്ങും എല്ലാം ആസ്വദിക്കാൻ കഴിഞ്ഞു. വളരെ സന്തോഷം. ഇത്തരം പരിപാടി സംഘടിപ്പിച്ച കോട്ടൂർ റീഹാബിലിറ്റേഷൻ സെന്ററിനോടുള്ള നന്ദിയും കൂടെ ഈ സമയത്ത് അറിയിച്ചു. ഒരു ദിവസം നമ്മുടെ തിരക്കുകളിൽ നിന്നെല്ലാം മാറി വന്ന് ആസ്വദിക്കാൻ, അതോടൊപ്പം തന്നെ ഒരു കാടുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് അതിൻ്റെ ഒരു ആവാസ വ്യവസ്ഥ നമുക്ക് മനസ്സിലാക്കാനും എല്ലാം സാധിക്കുന്ന ഒരു നല്ലൊരു റിഫ്രഷിങ് സെന്റർ കൂടെയാണ്. ഒരു ദിവസം നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്.